അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ സി ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി സി ചേച്ചിനെയും റോണിനെയും ഒക്കെ എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ദൃശ്യം സിനിമ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ല? ദൃശ്യം 1 കണ്ടില്ലേ? 1, 2 ഒക്കെ കണ്ടു. അപ്പൊ നമ്മള് ജോർജ് കുട്ടീനെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. എന്താണ് അളിയന്റെ അഭിപ്രായം? ഞാൻ അങ്ങോട്ട് പോയപ്പോ വീഡിയോ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു പോയിട്ടാ. ഞങ്ങളിത് അവിടെ നിന്ന് തിരിച്ചു വന്നോണ്ടിരിക്കുക. അന്നമ്മയുടെ എത്താറായി. മഴയ്ക്ക് ഇങ്ങനെ കാര്യം ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എപ്പോ വേണമെങ്കിലും പെയ്യാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതാ വീടെത്തിയിരിക്കുന്നു. സ്റ്റീവിനൊരു കറക്കുണ്ട് ചെറുതായിട്ട് വണ്ടിയിലിരുന്ന് പോകുന്നതിന്റെ. അതിനൊരു കിറുക്കണ്ട് ഇതലക്ക്. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങണ്ടായിരുന്നു. അപ്പൊ ഞാൻ നാളെ സിനിമയ്ക്ക് പോകാൻ റെഡിയായി. ചിക്കൻ കറി ഇതേ വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി റെഡി. അപ്പോൾ സിജിക്ക് എത്തി. ഇത് ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങൾ പോണ വഴിക്ക് കാണാം. അപ്പൊ അങ്ങനെ സിജിമോളും എത്തി. അമ്മയുടെ കയ്യിൽ അനുഗ്രഹം മേടിച്ച് സിനിമ കാണാൻ പോവാണ്. മേടിച്ചോ? അങ്ങനെ അമ്മ പറയില്ലടി. സെലീനാമ്മ ഒരിക്കലും പറയില്ല. അതെ കേട്ടാ, ചമ്മിനാറിയ പെങ്ങളെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ സിനിമ കാണാൻ ഇറങ്ങാണ്. ഞാനും ഇവിടെ കൂടി സ്കൂട്ടറുമ്പോൾ അവരെല്ലാവരും കാറിൽ, ഗ്രേസ് കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. സ്റ്റീവ് അവിടെ സിജേജിനെ കൊണ്ടുവരാൻ പോയി വന്നപ്പോഴേക്കും അവർക്ക് തലയ്ക്കൊക്കെ എന്തോ ഒരു കിറുക്കം പോലെയായി. അതുകൊണ്ട് എൻ്റെ ഫോണോട് വെച്ചോ. അതുകൊണ്ട് ആൾക്ക് ഒരു കിറുക്കുണ്ട് തലയ്ക്ക്. ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്ക് ചെല്ലുന്നത്. ആ രീതിയിലാണ് ആൾ വന്നേക്കണേ. അപ്പം അവർ പോവാം. അപ്പൊ ഞങ്ങൾ പോവാണ്. സ്റ്റീവേ നിങ്ങൾക്ക് അവരെ എത്തിച്ചാലോ? ഫസ്റ്ററാവാട്ടാ, നമ്മുടെ ലൂസറാവുന്ന. അപ്പേ ഫസ്റ്റ് അപ്പൊ അങ്ങനെ ഞങ്ങളിത് തിയേറ്ററിൽ എത്തിയിട്ട. മഹാലക്ഷ്മി വെട്ടിച്ചു. നമ്മൾ വിന്നറായി. ഞങ്ങള് വിന്നറായി. സെക്കൻഡ് പ്രൈസ് വീട് കയറില്ല. ബാഗ് വേണം. ഫസ്റ്റ് ആവണം, വിന്നറാവണം. അവരെവിടെ? ഇപ്പം ഞങ്ങളുടെ സിനിമയുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എവിടെ പേര് കാണാനില്ലല്ലോ. പേരുണ്ടോ? എന്നിട്ടായാലും ദൃശ്യം, അതെ, ദൃശ്യം 3. പോവാ. സിനിമ കഴിഞ്ഞു. അപ്പൊ സൂപ്പർ സിനിമയായിരുന്നു. ഗ്രേസിന് ഇഷ്ടമായ? അതിലേക്ക് ഇഷ്ടമായ? അപ്പൊ ഞങ്ങള് 3 പേരും സ്കൂട്ടറുമ്പോ സ്റ്റീവ് ഉറങ്ങിയ കാരണം അവര് കാറിൽ വരണ്ട.
അപ്പം അങ്ങനെ ഞങ്ങൾ ഈ വീടെത്തി. അഞ്ജലിക്ക് ഇഷ്ടമായില്ലേ സിനിമ? സൂപ്പറായിരുന്നു. അപ്പം അടുത്ത ടീമുകൾ വരുന്നുണ്ട്. വായോ 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 വായോ. ദൃശ്യം 3യുടെ റിവ്യൂ ഇപ്പം റിയലായിട്ട് കേൾക്കാം. മാഡം പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? പറയൂ പറയൂ പറയൂ. നല്ലതായിരുന്നു, ഹാപ്പി ആയിരുന്നു. ദൃശ്യം 4 കാണാൻ ആഗ്രഹമുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമ നല്ല അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ദൃശ്യം 4ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ വെയിറ്റ് പോകുന്നല്ല, എന്നാലും വരണമെങ്കിൽ കാണും. മാഡത്തിനോട് സാറിനോട് ചോദിച്ചില്ല. എക്സ്ക്യൂസ് മീ സാർ, എങ്ങനെയുണ്ടായിരുന്നു ദൃശ്യം 3? ദൃശ്യം 4 കാണട്ടെ ആദ്യം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. 4 വരും കേട്ടോ. ഓക്കെ ഓക്കെ. ചേട്ടൻ ഉറങ്ങുന്നല്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇത് കണ്ണിൽ മാന്തിക്കൊണ്ടിരിക്കണ സൂപ്പറായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല പടമായിരുന്നു. ഒരു എന്താ പറയാ, ഇൻട്രസ്റ്റിംഗ് എന്നല്ലല്ലോ പറയാ, ഇങ്ങനെ ജിജ്ഞാസ തോന്നുന്നതിന് എന്താ പറയാ, ക്യൂരിയോസിറ്റി ഉള്ള സിനിമ. നല്ല സിനിമയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. 4ന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ സിനിമ കഴിഞ്ഞ് വന്ന് നമ്മളിത് ചോറുണ്ണാൻ പോവാണ്. ചിക്കൻ പോട്ടെ. ചപ്പാത്തി 2 കോഴിയാണത്, അപ്പൊ 2 കക്കാമ്പരുണ്ടായിരിക്കും. ചാറ് കുറവാണല്ലോ. എനിക്ക് ചപ്പാത്തിക്കുള്ള ചാറില്ലല്ലോ. എന്നാ ചേട്ടാ ഇവിടെ വന്നെടുത്തോ. ചാറ് കൂടുതലോട്ടോ. അല്ല, എല്ലാത്തിലേക്ക് വെച്ചു. പ്ലേറ്റ് കൊണ്ടുവയ്ക്കണം. എന്നിട്ടോ അത് രാവിലത്തെ നൂലപ്പം ഇവിടെ കൊണ്ടുവച്ചതാ. താങ്ക് യു സിജി ചേച്ചി. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് us ഫോർ വാച്ചിങ് മൂവി. ഓ ഓക്കെ, താങ്ക് യു. പക്ഷെ എൻ്റെ ഇംഗ്ലീഷ് സൂപ്പറല്ലേ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതെ, ഞങ്ങൾക്ക് പള്ളിയിൽ പോകേണ്ട സമയമായിട്ടുണ്ട്. ഇനി പള്ളിക്ക് പോകാനുള്ള കോഴിക്കോട്ടിൽ നിന്ന് വന്നോളൂ. അപ്പം ഇനി ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് പോകണം. അപ്പോഴേക്കും മഴ പെയ്യും മിക്കവാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഇപ്പം റെഡി നമ്മൾ പോകുന്നതായിരിക്കും.